Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 15.6 പബ്ലിക് ബീറ്റ 2 റിലീസ് ആയേക്കാണ്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 290 MB ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.6 പബ്ലിക് ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. watchOS 8.6 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 12.5 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. tvOS 15.6 പബ്ലിക് ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ iOS 15.6 ബീറ്റ 2 വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ റിലേറ്റഡായ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ iOS 15.6 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഈ ഒരു OSൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, നമ്മുടെ ഇനിയുള്ള അപ്ഡേഷൻസും മേജറായ മാറ്റങ്ങളും വരുത്താൻ പോകുന്നത് iOS 16 ആയിരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് iOS 15 അവർ സെക്യൂരിറ്റി അപ്ഡേറ്റിലും അതേപോലെ ബാക്കിയുള്ള അപ്ഡേഷൻ തരില്ലെന്നല്ല, പക്ഷേ കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളും അവർ പുഷ് ചെയ്യാൻ പോകുന്നത് iOS 16 അപ്പോൾ നമ്മുടെ iOS 15 വന്ന അല്ലെങ്കിൽ iOS 15.6 മാറ്റം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ആപ്പിൾ വാച്ചിൻ്റെ പുതിയൊരു വാച്ച് ഫേസ് നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. പ്രൈഡ് ത്രെഡ്സ് എന്നാണ് ഈ ഒരു വാച്ച് ഫേസിൻ്റെ പേര്. ഈ ഒരു വാച്ച് ഫേസിൻ്റെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈഡ് ത്രെഡ്സിൻ്റെ പുതിയ 2 ബാൻഡുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഓൺലൈനിലും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. പിന്നീട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് കട്ട് ആപ്പിലാണ് പിന്നീട് വന്ന മാറ്റങ്ങൾ. അതായത് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ലിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഷോർട്ട് കട്ടിൽ ഏതെങ്കിലും വെബ്സൈറ്റ് നമ്മൾ ആഡ് ചെയ്യുകയോ ചെയ്തതിനാൽ ഇനി മുതൽ നമ്മുടെ വെബ്സൈറ്റ് ആഡ് ചെയ്ത് നമ്മൾ ആ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു അലോയിങ് മെസ്സേജും വരുന്നതായിരിക്കും. നമുക്ക് വലുതായിട്ട് മേജറായിട്ട് പറയാൻ ഒരു മാറ്റങ്ങളും iOS 15.6 പബ്ലിക് ബീറ്റ 2 വന്നിട്ടില്ല. കാരണം നമുക്കറിയാം ഇനിയുള്ള മാറ്റങ്ങളും വലിയ വലിയ ചേഞ്ചസ് ആയിരിക്കില്ല, കുഞ്ഞു കുഞ്ഞ് അപ്ഡേഷൻസും കുഞ്ഞു കുഞ്ഞ് മാറ്റങ്ങളും മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ WWDC 2022 നമുക്ക് ഇപ്പോൾ ഒരു പുതിയ മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ WWDC 2022 അവർ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മൾ WWDC 2022 പുതിയ ആനിമേഷൻ തേർഡ് പോസ്റ്റർ. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും അവർ സ്പെസിഫൈ ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. വാച്ച് June 6 at 10 AM പസഫിക് ടൈം. അത് ഓരോ കൺട്രിയിലും ഓരോ ടൈമാണ്. ആ ഒരു ടൈം നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം ആ ഒരു ഇവൻ്റ് നമുക്ക് കാണാൻ. അടുത്തതായിട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരും ചോദിച്ചായിരുന്നു iOS 15.5.1 എന്ന് പറഞ്ഞ ഒരു OS നമുക്ക് റിലീസാവും. അപ്പോൾ അതെന്താ റിലീസാവത്ത്? പക്ഷേ നമ്മുടെ HomePod OS മാത്രമാണ് ഇപ്പോൾ നിലവിൽ iOS 15.5.1 എന്ന് പറഞ്ഞ OS റിലീസ് ആയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ iOS 16 റിലീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് iOS 16 ബീറ്റ 1 റിലീസ് ആകുമ്പോൾ June 6 ആയിരിക്കും. പക്ഷേ അത് ഡെവലപ്പർ ബേറ്റ ആയിരിക്കും. നമ്മുടെ പബ്ലിക്കൽ ബേറ്റ കിട്ടണമെങ്കിൽ നമുക്ക് മിനിമം ഒന്നെങ്കിൽ ജൂൺ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യമായിട്ടായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. കാരണം WWDC 2022 iOS 16 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ iOS 16 കുറേ അധികം ബഗ്ഗുകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബഗ്ഗൊക്കെ ആദ്യം ഡെവലപ്പേഴ്സ് തന്നെ ആദ്യം ആ ഒരു ബഗ്ഗിനെ റിസോൾവ് ചെയ്തിട്ടായിരിക്കും പബ്ലിക്കൽ ബേറ്റ ടെസ്റ്റ് റണ്ണേഴ്സിനും കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഒഫീഷ്യലി അത് റിലീസ് ആവുന്നത് നമ്മുടെ സെപ്റ്റംബറിൽ വരുന്ന വലിയ ആപ്പിൾ ഇവൻറ്റിലായിരിക്കും നമുക്ക് iOS 16 നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നീട് നമ്മുടെ iOS 15.6 ബീറ്റ 2 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് നമ്മുടെ സ്റ്റോറേജ് ബഗ്ഗിലും വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം ഇപ്പോഴും ഐഫോൺ സ്റ്റോറേജിലെ ആ ഒരു ബഗ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഐഫോണിലെ സ്റ്റോറേജ് ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. കുറേ കൂട്ടുകാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്.
അപ്പോൾ ഐഫോണിൻ്റെ സ്വന്തം സഹോദരനായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ബഗ്ഗും നിലനിൽക്കുന്നത്. അടുത്തൊരു ബഗ്ഗാണ് നമ്മുടെ മ്യൂസിക് ബഗ്ഗ്. മ്യൂസിക് ബഗ്ഗിൽ എന്താണ് ബഗ് എന്ന് വെച്ചാൽ, നമ്മുടെ ഡിവൈസിൽ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ CPU കൂടുതൽ ഉപയോഗിക്കുകയും നമ്മുടെ ഡിവൈസിൻ്റെ ചാർജും വല്ലാണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഓൺലൈനായിട്ട് പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ CPU കൂടുതൽ പ്രവർത്തിച്ച് നമ്മുടെ ബാറ്ററി ചാർജും പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മ്യൂസിക്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ചെയ്യുന്ന പാട്ടുകളായിരിക്കില്ല പിന്നീട് പ്ലേ ചെയ്യുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി ക്യൂവിലേക്ക് ആഡ് ചെയ്തു. പക്ഷേ ആ ഒരു പാട്ടായിരിക്കില്ല അടുത്തത് പ്ലേ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ആ ഒരു പ്ലേലിസ്റ്റിലുള്ള പാട്ടായിരിക്കും മ്യൂസിക്കിൽ പ്ലേ ആവുന്നത്. ആ ഒരു ബഗ്ഗും കുറേ കൂട്ടർക്ക് ഇപ്പോഴും വന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ iOS 15.6 പബ്ലിക് ബീറ്റ 2 എനിക്ക് അപ്ഡേഷൻ ചെയ്തിട്ടും വലിയ മാറ്റം പറയാനായിട്ടും, അതായത് സോഫാർ എനിക്കൊരു വലിയ സ്മൂത്ത്നെസ്സോ അതേപോലെ വലിയൊരു കാര്യമോ എനിക്ക് പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബെഞ്ച് മാർക്ക് ഇവിടെ നോക്കാം. നമ്മുടെ ബെഞ്ച് മാർക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ സിംഗിൾ കോർ എന്ന് പറയുന്നത് 754 മൾട്ടി കോർ എന്ന് പറയുന്നത് 1329 എനിക്ക് വലിയ ഒരു ചേഞ്ച് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല ഇത് ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. ബാറ്ററി ലൈഫ് നമ്മൾ തറവിലി ഒരു 3-4 ദിവസം ഉപയോഗിച്ചാലാണ് നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ പല കൂട്ടുകാരും യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പും ഡിഫറെൻ്റ് ആണ്. പല ആൾക്കാരും ഔട്ട്ഡോർ യൂസ് ചെയ്യുന്നുണ്ടാവും, പല ഫ്രണ്ട്സും നമ്മുടെ ഇൻഡോർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ചും നമ്മുടെ ബാറ്ററി ലൈഫിൽ ചെറിയ ചേഞ്ച് വരും. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിലും സ്റ്റിൽ എനിക്കിപ്പോൾ 83% തന്നെ ബാറ്ററി ഉണ്ട്. എൻ്റെ ഈ ഒരു ബാറ്ററി പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി പെർഫോമൻസ് തരും, ഇടയ്ക്കിടയ്ക്ക് നല്ല കൂതറ പെർഫോമൻസ് ആണ് തരാറ്. കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ബാറ്ററി ഡ്രോപ്പ് ആവും. പക്ഷേ ചില സമയത്ത് നല്ല രീതിക്ക് തന്നെ ബാറ്ററി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.6 പബ്ലിക് ബീറ്റ 2 വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് വലുതായിട്ട് ഒരു മാറ്റങ്ങളോ വലിയ കാര്യങ്ങളോ വന്നിട്ടില്ല. നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ സൈസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വലിയൊരു ചേഞ്ചൊന്നും ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ iOS 15.6 ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ ആപ്പിൾ റിലേറ്റഡായ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറക്കാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡായ ലീക്കും റൂമറും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin, Xavier, signing from Avica.